പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ആത്മീക മേഖലകളിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലും സാമൂഹിക കാര്യങ്ങളിലും സ്ത്രീകൾക്കുള്ള പങ്ക് പ്രശംസനീയമാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ ഇന്നേ വരെ സ്ത്രീയെ പുരുഷന് സഹായിയായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. അങ്ങനെയുള്ള ചില സ്ത്രീരത്നങ്ങൾ ഇതാ നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുന്നു. ആദ്യമായി നിങ്ങളുടെ മുൻപിൽ വരുന്നത് ദൈവത്തിൻ്റെ സ്വന്തം കയ്യാൽ നിർമ്മിക്കപ്പെട്ട സ്ത്രീയായ ഹൗവ. ജീവിക്കുവാൻ വേണ്ടതെല്ലാം ദൈവം കരുതിയിട്ടും ദൈവം കൊടുത്ത കൽപ്പന ലംഘിച്ച് സാത്താൻ്റെ വഞ്ചനയിൽ അകപ്പെട്ട് തേജസ്സിൻ്റെ വസ്ത്രം നഷ്ടമായി. എന്നാൽ ദൈവം തൻ്റെ കരുണയിൽ അവൾക്ക് പുതുവസ്ത്രം ദൈവം നൽകി, അവളെ ധരിപ്പിച്ചു. വീണ്ടും ഒരു അവസരം കൂടി മനുഷ്യന് നൽകി. അവിടെ വെച്ച് തന്നെ ഒരു രക്ഷാകര പ്രവൃത്തിക്ക് ദൈവം ആരംഭം കൊടുത്തു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന് യേശുവിൻ്റെ ജനനത്തെ സൂചിപ്പിക്കുകയുണ്ടായി. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന വാഗ്ദത്തം ദൈവം കൊടുത്തത് ഹൗവയ്ക്ക് കൊടുത്തതിൻ്റെ നിവൃത്തി നാം നമ്മുടെ കണ്ണാലെ കണ്ടു. ആദിമ സകല മനുഷ്യൻ്റെയും മാതാവായ ഹൗവയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അടുത്തതായി മിരിയാം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. സഹോദരൻ്റെ രക്ഷകയായി തീർന്ന മിരിയാം. ജനിക്കുന്ന സകല കുഞ്ഞുങ്ങളെയും നൈൽ നദിയിൽ ഇട്ട് കളയണമെന്ന് ഫറവോൻ്റെ കൽപ്പന ഉണ്ടായിട്ടും ധീരതയോടെ തൻ്റെ സഹോദരനെ രക്ഷിച്ച മിരിയാം. രാജകൽപ്പന ഉണ്ടായിട്ടും ആ കുഞ്ഞിനെ 3 മാസം ഒളിപ്പിച്ച് പാർപ്പിച്ചു. പിന്നത്തേതിൽ ഒളിപ്പിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലും തൻ്റെ സഹോദരനെ കാവൽ ചെയ്ത് നദീതീരത്ത് നിന്ന് ആയതിനാൽ മോശയെ ജീവനോടെ രക്ഷിച്ചു. പിന്നെ ഫറവോനും സൈന്യവും ചെങ്കടലിൽ മുങ്ങിയപ്പോഴും തപ്പെടുത്ത് ആരാധനയ്ക്ക് നേതൃത്വം നൽകി. ആരാധനയുടെ നേതൃത്വത്തിലും സാഹോദര്യ സ്നേഹത്തിനും ധീരതയ്ക്കും ഉത്തമ ഉദാഹരണമാണ് മിരിയാം. അടുത്തതായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് ധൈര്യത്തിന് ഉത്തമ ഉദാഹരണമായ സ്വജാതിയുടെ രക്ഷയ്ക്കായി തീർന്ന എസ്തേർ. മൊർദെഖായിയുടെ ചിറ്റപ്പൻ്റെ മകളായ ഹദസ്സ എന്ന എസ്തേറിന് മാതാപിതാക്കന്മാർ ഇല്ലായിരുന്നു. അനാഥ പെൺകുട്ടിയായ എസ്തേറിനെ മൊർദെഖായി തൻ്റെ മകളായി വളർത്തി. യാതൊരു ആഡംബരങ്ങളും ഇല്ലാതിരുന്നിട്ടും എല്ലാവർക്കും അവളോട് പക്ഷം തോന്നി. അങ്ങനെ അഹസ്വേരോസ് രാജാവിൻ്റെ രാജ്ഞിയായി തീർന്നു. യഹൂദ ജാതിയെ കൊന്നൊടുക്കുവാൻ ഹാമാൻ നിയമം കൊണ്ടുവന്നപ്പോൾ 3 ദിവസം ഉപവസിച്ച് ദൈവത്തോട് സഹായം ചോദിച്ച് നശിക്കുന്നു എങ്കിൽ ഞാൻ നശിക്കട്ടെ എന്ന് പറഞ്ഞ് വ്യവസ്ഥപ്രകാരം അല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ ധൈര്യം കാണിച്ച് സ്വജാതിയുടെ രക്ഷയ്ക്കായി പ്രവർത്തിച്ച എസ്തേർ ബൈബിളിൽ നക്ഷത്രം പോലെ തിളങ്ങി നിൽക്കുന്നു. എസ്തേർ എന്നും സ്ത്രീജനത്തിന് പ്രചോദനമാണ്. സമർപ്പണത്തിന്റെ ഉത്തമ മാതൃകയായ മറിയ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്നു. യേശുക്രിസ്തുവിന്റെ ജനനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ സ്ത്രീയായിരുന്നു മറിയ. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന് ദൈവിക വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയായി സ്ത്രീയുടെ സന്തതിയായി ജനിക്ക പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായതാണ് യേശു. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനമെന്ന ദൂതൻ്റെ വാക്കിൽ ആദ്യം ഭ്രമിച്ചു എങ്കിലും കർത്താവ് തന്നോടുകൂടെ ഉണ്ടെന്ന വാക്കിൽ ധൈര്യപ്പെട്ട് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തൻ്റെ ആഴമേറിയ സമർപ്പണം വെളിപ്പെടുത്തി. മറിയ എന്നും ദൈവജനത്തിന് പ്രചോദനമാണ്. യേശുവിൻ്റെ ശുശ്രൂഷയിലെ സഹചാരികളായ സ്ത്രീകളിൽ ഒരുവരായ മഗ്ദലന മറിയ ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. പരീശനായ ശീമോന്റെ ഭവനത്തിൽ യേശു ഉണ്ടെന്ന് അറിഞ്ഞ് അവിടെ വരികയും ശീമോൻ തൻ്റെ ആതിഥേയ മര്യാദ നിവർത്തിക്കാത്തപ്പോഴും തൻ്റെ കണ്ണുനീർ കൊണ്ട് കാൽ നനച്ച് തൻ്റെ തലമുടി കൊണ്ട് തുടച്ചും വിലയേറിയ പരിമള തൈലം കൊണ്ട് യേശുവിൻ്റെ കാൽ പൂശി യേശുവിന് തക്ക മഹത്വം കൊടുത്തു. യേശു അവളുടെ അനേകമായ പാപങ്ങളെ മോചിച്ചു. യേശുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ ഭയന്ന് യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് ഓടിയപ്പോഴും അവൾ ക്രൂശീകരണത്തിന് സാക്ഷ്യം വഹിച്ചു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ധൈര്യത്തോടെ യേശുവിൻ്റെ ശരീരം കാണുവാൻ കല്ലറയ്ക്കിലേക്ക് ഓടി. അവളുടെ കരച്ചിലിനെ മറികടക്കാതെ ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യമായി മഗ്ദലന മറിയയ്ക്ക് പ്രത്യക്ഷമായി.
ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സദൃത്വമാനം ആദ്യമായി നടത്തിയതും ഈ ധീര വനിതയാണ്. യേശുവിലുള്ള വിശ്വാസം, സ്നേഹം, ആത്മാർത്ഥത എന്നിവ മഗ്ദല മറിയത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. അടുത്തതായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഈ ആധുനിക തലമുറയിൽ ജീവിക്കുന്ന ഒരു സഹോദരി. ഹവ്വയ്ക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കരുണ, മിരിയാമിൻ്റെ ധീരത, എസ്തേറിൻ്റെ ധൈര്യം, മറിയയുടെ സമർപ്പണം, മഗ്ദല മറിയയുടെ വിശ്വാസവും സ്നേഹവും, ഹന്നയുടെ പ്രാർത്ഥനാ ജീവിതവും, വിശ്വാസികളുടെ അമ്മയായ സാറ, വിവേകമുള്ള സ്ത്രീയായ അബിഗയിൽ, ഇസ്രായേലിന് ന്യായപാലനം ചെയ്ത ദെബോര, കെങ്ക്രയ സഭയുടെ ശുശ്രൂഷക്കാരിയായ ഫേബ, യോഹന്നാൻ്റെ മാതാവായ എലിസബത്ത്, ഇങ്ങനെ അനേക സ്ത്രീകളെ നമുക്ക് ഓർക്കുവാനും അവരുടെ ആത്മീയത അനുകരിക്കുവാനും നമുക്ക് ഉണ്ട്. അവരുടെ ഭക്തി, വിശ്വാസം എന്നിവ നമുക്ക് മാതൃകയാണ്. ഇതെല്ലാം സ്വീകരിച്ചു വേണം ഈ തലമുറയിലെ സ്ത്രീകളും തങ്ങളുടെ ആത്മീക ജീവിതം അനുകരിക്കുവാൻ. നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മുടെ ബൈബിളിലുള്ള ഈ കഥാപാത്രങ്ങളെല്ലാം നമുക്ക് മാതൃകകളാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഈ മാതൃകകളെ പിന്തുടരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന ആശംസയോട് ലേഡീസിൻ്റെ കിങ്സ്റ്റൺ പ്രെയർ ഫെലോഷിപ്പിൻ്റെ ലേഡീസിൻ്റെ വകയായി ഇതിവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു.